തന്റെ പാർട്ട്ണറെ ഫിനാലെ സ്റ്റേജിലൊന്ന് കാണാൻ ആഗ്രഹിച്ച് ആദില കാണിച്ച കൊടും ക്രൂരത അനുമോളുടെ നെഞ്ചിലാണ് കൊണ്ടത്. കൂടെ നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും കൈമലർത്തി. എന്നാൽ ആരും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഒരാൾ എത്തുമല്ലോ. ഒരുപക്ഷെ നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഭയങ്കര സങ്കടം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാരൊന്നും ആയിരിക്കില്ല ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. തന്നെയാണ് കേട്ടോ അനുമോളുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാറുള്ള ഒരു കാര്യമാണ് അല്ലേ. നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ സഹായിച്ച ആൾക്കാരോ അല്ലെങ്കിൽ നമ്മൾ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ആൾക്കാരൊന്നും ആയിരിക്കില്ല ആ ഒരു വിഷമഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. അവരുടെ ചെറിയൊരു വാക്ക് മതിയാവും ഒരുപക്ഷെ നമുക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവാൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് ബിഗ് ബോസ് വീടിനകത്തും അത്തരത്തിൽ തന്നെയാണ്. അവരും ജീവിക്കുകയാണ്, ഇത് സ്ക്രിപ്റ്റഡ് അല്ല. ആർക്കും സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊണ്ടുപോയി ചെയ്യാനും പറ്റില്ല. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് ഒരു ഗെയിം ഉണ്ടാക്കാം. അത് പ്രേക്ഷകർ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി എങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് എന്ന ഷോ പ്രേക്ഷകർ ഏറെ ഏറ്റെടുത്തിരിക്കുന്നത് അല്ലേ. ഇത് നമ്മുടെ ലൈഫുമായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട്. അത് തന്നെയാണ് കേട്ടോ അനുമോളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത്. അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു 30 വയസ്സുകാരി അനുഭവിക്കാവുന്നതിൻ്റെക്കാൾ അപ്പുറം അനുഭവിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ആ വീടിനകത്ത്. അവസാനം തൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ തൻ്റെ അനുജത്തി എന്ന നെഞ്ചോട് ചേർത്ത ആദില വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് വലിയൊരു ബോംബ് ഇട്ടിട്ടാണ് പോയത്. അതൊരു പക്ഷേ ഇത്രത്തോളം ആളിക്കത്തുന്ന സമയത്ത് അനുമോളുടെ കൈത്താങ്ങായിട്ട് ഒരാൾ പോലും ഉണ്ടാവില്ലെന്ന് അനുമോൾ പ്രതീക്ഷിച്ച് കാണില്ല. എന്നാൽ ഞാൻ കരുതിയത് അനീഷ് കൂടെ ഉണ്ടാവുന്നതാണ്. കാരണം അനീഷ് സ്നേഹിച്ച പെൺകുട്ടിയാണ്. അനീഷ് പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ പ്രണയത്തിൻ്റെ വിത്തിട്ടവളാണെന്ന്. അത് ഇന്നത്തെ ടാസ്കിലും ബിഗ് ബോസ് ഇന്ന് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലും അനീഷ് തൻ്റെ പ്രണയം, തൻ്റെ അനുമോളോടുള്ള സ്നേഹമൊക്കെ തുറന്നു പറഞ്ഞിരുന്നു. എൻ്റെ മനസ്സിൽ പ്രണയം മുട്ടിട്ടിരുന്നു, അത് ആത്മാർത്ഥ സ്നേഹം തോന്നി എന്നൊക്കെ. എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു പെണ്ണിന് ഇങ്ങനെയൊക്കെ വീടിനകത്ത് സംഭവിച്ചപ്പോൾ വീട് മുഴുവനും ഓടി നടന്ന് ഞാൻ ചെയ്തിട്ടില്ല എല്ലാവരുടെയും കയ്യും കാലും പിടിക്കുമെന്ന് സംസാരിക്കുമോ, തെളിവ് അവിടെ ഉണ്ട്, അതൊന്നും എടുക്കാൻ സംസാരിക്കുമെന്ന്. എന്നാൽ അനീഷ് ആ ഭാഗത്ത് പോയിട്ട് ആ പഞ്ചായത്തിൽ പോലും അനീഷിനെ അവിടെ കണ്ടില്ല. ഒരു 9 ദിവസത്തിന് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ, അതായത് അനുമോളെ പ്രപ്പോസ് ചെയ്യുക എന്നുള്ള അതിന് തൊട്ട് മുമ്പ് വരെയും അനീഷ് എന്തൊക്കെ ചെയ്യായിരുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ, അനുമോളുടെ കൂടെ നിൽക്കുന്നു, വെള്ളം എടുത്ത് കൊടുക്കുന്നു, പുതപ്പെടുത്ത് കൊടുക്കുന്നു. അപ്പോൾ അത് പ്ലാൻഡ് ആണ്. അനീഷിനെ അറിയാമായിരുന്നു ഈ ഗെയിം എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന്. അനുമോളെ ഇത്തരത്തിലാക്കുക എന്നതായിരുന്നു അനീഷിൻ്റെ ഉദ്ദേശം. അത് അനീഷ് സാധിച്ചെടുത്തു. കാരണം അനീഷ് ഒരു ഘട്ടത്തിയപ്പോൾ അനീഷിന് മനസ്സിലായിട്ടുണ്ടാവും ഒരു പക്ഷേ അനുമോളായിരിക്കും തൻ്റെ കൂടെ മത്സരിക്കാൻ പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ന്. ഷാനവാസ് ആണെന്ന് അറിയായിരുന്നു. ആ സമയത്ത് ഷാനവാസായിട്ട് കൂടുതൽ ക്ലോസ് ആയി, ഐ ലവ് യു പറയാനും തൻ്റെ സുഹൃത്ത് എന്ന രീതിയിൽ ചങ്കുമായിട്ടൊക്കെ നടന്നു. പിന്നീട് അനീഷിന് മനസ്സിലായി ഷാനവാസ് ഡൗൺ ആയത്. പിന്നെ ആരാണ്? അനുമോളോ? ശരി, അന്ന് അനുമോളുടെ കൂടെ കൂടി അനുമോളെ അവസാനം ചതിച്ചു എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. അനീഷ് നല്ലൊരു ചതിയാണ് അനുമോളെ ചതിച്ചിരിക്കുന്നത്. അനീഷിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം ഇതിൻ്റെ താഴെ ഒരുപാട് മോശം കമൻറ്റുകളൊക്കെ വന്നേക്കാം. എങ്കിലും എനിക്ക് പറയണം തോന്നുന്നത് ഞാൻ പറയുകയാണ്. അനീഷ് നല്ല ഗെയിം പ്ലാൻ ആയിരുന്നു. ആ ഗെയിം കളിക്കാനാണ് വന്നത്. എല്ലാവരും കളിക്കണം. അത് എന്ത് പ്ലാനാണ് ഇന്നാഘോഷമാവും എന്നൊന്നും കരുതി നമുക്ക് പ്ലാനൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. അനീഷ് കളിച്ചത് ഗെയിം തന്നെയാണ്. അത് മനസ്സിലാക്കാതെ പോയതാണ് ബാക്കിയുള്ളവരുടെ തെറ്റ്. ബ്രില്യൻ ഗെയിമർ തന്നെയാണ്. എന്നാൽ അവസാന നിമിഷം അനീഷിനൊരു വാക്ക് പറയായിരുന്നു, പോട്ടെ അനുമോളെ സാരില്ലാന്ന്. എന്നാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ വോട്ടിനെ അത് നല്ല രീതിയിൽ ബാധിക്കുമെന്ന് അനീഷിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പഞ്ചായത്തിലേക്ക് പോലും അനീഷ് വന്നില്ല. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അനീഷിന് ജസ്റ്റ് ഒന്ന് വന്നിട്ട് സംസാരിക്കാന്നല്ലോ. മനസാക്ഷി എന്ന് പറയുന്നുണ്ടല്ലോ, അത് എത്ര വലിയ ഗെയിമർ ആണെങ്കിലും നമുക്ക് മനസ്സിൻ്റെ ഉള്ളിലൊരു ഇതുണ്ടല്ലോ, അയ്യോ ആ കുട്ടി കരയുന്നു, പാവം വോട്ടിങ് നടക്കുകയാണ്, നമുക്കൊന്നൊരു ആശ്വസിപ്പിക്കാം. ഇത്രയും ദിവസം നമ്മുടെ കൂടെ ജീവിച്ചതല്ലേ, 1098 ദിവസം ഒരുമിച്ച് താമസിച്ചതല്ലേ, ഭക്ഷണം വിളമ്പി തന്നതല്ലേ, അല്ലെങ്കിൽ ഭക്ഷണം വിളമ്പി കൊടുത്തതല്ലേ, ഒരുമിച്ച് താമസിച്ചതല്ലേ, അപ്പോൾ ഒരു സ്നേഹമൊക്കെ ഉണ്ടാവില്ലേ. എന്നാൽ ഇവർക്കതില്ല. എനിക്കിപ്പോൾ ഉറപ്പാണ് ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ഓരോ സെൻറ്റിമെൻറ്റ്സ്, ഓരോ റിലേഷനും ആരും കീപ്പ് ചെയ്യില്ല കേട്ടോ. അത്തരത്തിലാണ് നമ്മൾ ഇതിനു മുമ്പത്തെ സീസണൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ റിലേഷൻ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാകുമെന്ന്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അനുമോൾക്ക് താങ്ങായി ഒരാൾ വരുമെന്ന്, അത് നിവിനാണ് കേട്ടോ. നിവിനും അനുമോളും തമ്മിലായിരുന്നു കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അനുമോളുടെ അവസ്ഥ മനസ്സിലാക്കാനും എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട്, ഞാൻ നിന്റെ കൂടെ നിൽക്കാം, എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഒരു വാക്കുകൊണ്ട് ആശ്വസിപ്പിച്ച നിവിൻ കൂടെ ഉണ്ട് കേട്ടോ. ആ കാര്യം എടുത്ത് പറയണം തോന്നി. എന്തായാലും ഗെയിമാണ്. നിവിനും കോമ്പറ്റീഷനിലുള്ള ആളാണ്. എന്നിട്ടും നിവിന് അനുമോളുടെ കൂടെ നിൽക്കാൻ തോന്നിയല്ലോ, ആ മനസ്സുകൊണ്ടാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ കോമ്പറ്റീഷനിൽ ഉള്ളതുകൊണ്ട് തന്നെ വോട്ടിനെ ബാധിക്കുമെന്ന് വെച്ച് എല്ലാവരും മാറി മാറി നിൽക്കുകയാണ്. എന്നാൽ നിവിൻ അങ്ങനെ അല്ലായിരുന്നു. മനസ്സാക്ഷിയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണല്ലേ. ഇപ്പോൾ സമയത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടാകും. കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.